രോഗാവസ്ഥയിലായ പെറ്റമ്മയെ ഉപേക്ഷിച്ച സംഭവത്തിൽ കുമളി പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്ന മകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മകൻ്റെ കേരള ബാങ്കിലെ ജോലിയും നഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസമാണ് കുമളി അട്ടപ്പള്ളത്ത് അന്നക്കുട്ടി എന്ന വയോധികയെ മക്കൾ ഉപേക്ഷിച്ചത്. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇവർ മരിക്കുകയും ചെയ്തു. സംഭവത്തിൽ മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ സംഭവം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അന്നക്കുട്ടിയുടെ മകൾ സിജിയെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അന്നക്കുട്ടിയുടെ സ്വത്ത് തട്ടിയെടുത്ത ശേഷം അവരെ സംരക്ഷിക്കാതെ ഉപേക്ഷിച്ചതും ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കാതിരുന്നതും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാതിരുന്നതും വിവാദമായതോടെയാണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടി സിജിയെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. കുമളി കേരള ബാങ്ക് ജീവനക്കാരനായ മകന് സജിക്കെതിരെയും ബാങ്ക് നടപടിയെടുക്കും. പോലീസിൽ നിന്ന് ബാങ്ക് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അട്ടപ്പള്ളം ലക്ഷം വീട് കോളനിയിൽ തനിച്ചു താമസിച്ചിരുന്ന അവശയായ അന്നക്കുട്ടിയെ പോലീസും നാട്ടുകാരും ചേർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. പിറ്റേന്ന് രാവിലെ അവർ മരിക്കുകയും ചെയ്തു. മക്കളുടെ നിസ്സഹകരണത്തെ തുടർന്ന് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ കളക്ടറും സബ് കളക്ടറും നേരിട്ടെത്തി നാട്ടുകാരുടെയും പോലീസിൻ്റെയും സഹകരണത്തോടെയാണ് കുമളി സെൻറ് തോമസ് ഫെറോന പള്ളിയിൽ അന്നക്കുട്ടിയുടെ സംസ്കാരം നടത്തിയത്. നൊന്തുപെറ്റ അമ്മയെ മക്കൾ ഉപേക്ഷിച്ച സംഭവത്തിൽ മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും അവഗണിക്കുന്ന വകുപ്പുകളിലാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അന്നക്കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം SI പലതവണ മകനെ വിളിച്ചുവെങ്കിലും നായ്ക്ക് ചോറ് കൊടുക്കാനുണ്ടെന്ന മറുപടിയാണ് പോലീസിന് ലഭിച്ചത്. കുമളി അട്ടപ്പള്ളം സെൻറ് തോമസ് ഫെറോന പള്ളിയിൽ സംസ്കാരത്തിന് മുൻപ് കുമളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. പള്ളിയിലെ സംസ്കാര ചടങ്ങുകൾ തീരും വരെ ജില്ലാ കളക്ടറും സബ് കളക്ടറും കുമളി പോലീസും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തപ്പോൾ മകൻ ജനക്കൂട്ടത്തിന് പിന്നിൽ നിന്ന ശേഷം പൊതുജനങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനിടെ അവരിലൊരാളായി അവർക്കിടയിലൂടെ സ്വന്തം അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങി. കേസിൽ നിന്ന് തടിയുരാനാണ് സംസ്കാര ചടങ്ങിൽ മകൻ എത്തിയത്. 1-ാം മൈലിലെ സ്ഥലം വിറ്റ തുക അമ്മ വീതം വെച്ചതിലുള്ള പ്രതിഷേധമാണ് മകനും മകളും പ്രകടിപ്പിച്ചത്. അട്ടപ്പള്ളം കോളനിയിൽ ഒറ്റയ്ക്കായിരുന്നു അന്നക്കുട്ടിയുടെ ജീവിതം. അത് ദുരിത ജീവിതമായിരുന്നു. ആവശ്യത്തിന് മരുന്നോ അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണമോ ഒന്നും ലഭിക്കാതെ അവർ ദുരിതം അനുഭവിക്കുകയായിരുന്നു. ഇങ്ങനെ വേണം മക്കൾ അമ്മയെ നോക്കാൻ, അമ്മയെ സംരക്ഷിക്കാൻ, അതും പെറ്റമ്മയെ.